നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം 1.5 മാസത്തെ ആസൂത്രണത്തിനൊടുവിലാണെന്ന് പ്രാഥമിക മൊഴി. പോലീസ് ചോദ്യം ചെയ്യലിലാണ് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഗോവിന്ദചാമി വെളിപ്പെടുത്തിയത്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അഴികൾ മുറിക്കാൻ ഏകദേശം 1.5 മാസത്തോളം സമയമെടുത്തുവെന്ന് പ്രതി സമ്മതിച്ചു. മുറിച്ചതിന്റെ പാടുകൾ പുറത്തുനിന്ന് കാണാതിരിക്കാൻ തുണി കൊണ്ട് കെട്ടിവെച്ചതായും ഇയാൾ മൊഴി നൽകി. ജയിലിന്റെ മതിൽ ചാടുന്നതിനായി പാത്രങ്ങളും ഡ്രമ്മുകളും ഉപയോഗിച്ചതായും ഗോവിന്ദചാമി വെളിപ്പെടുത്തി. ജയിൽ ചാടിയതിനു ശേഷം ഗുരുവായൂരിലെത്തി മോഷണം നടത്താനായിരുന്നു പ്രതിയുടെ പ്രാഥമിക ലക്ഷ്യം. കവർച്ച ചെയ്യുന്ന പണവുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയിട്ടിരുന്നതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ജയിലിനുള്ളിൽ വെച്ച് പുറത്തുള്ള ചിലരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും ഗോവിന്ദചാമി വെളിപ്പെടുത്തി. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗോവിന്ദചാമിയെ ജയിൽ ചാടാൻ സഹായിച്ചവരെക്കുറിച്ചും കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ സുരക്ഷാ വീഴ്ചയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. റോഡ് നിർമ്മാണത്തിനായി പാത അടച്ചിട്ടതോടെ യാത്രാദുരിതം നേരിടുന്ന വാടാനംകുറിശി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്ര ഒരുക്കി കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ. ഈ റൂട്ടിൽ സ്വകാര്യ ബസ് സർവീസ് സാധാരണ നിലയിലാകുന്നതുവരെ കുട്ടികൾക്കുള്ള സൗജന്യയാത്ര തുടരാനാണ് അസോസിയേഷന്റെ തീരുമാനം. ഇന്നു മുതലാണ് സൗജന്യയാത്ര തുടങ്ങിയത്. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിന്റെ പ്രവർത്തികൾക്കായി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി ഈ പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നില്ല. സ്വകാര്യ ബസ്സുകൾ റൂട്ട് മാറ്റി ഓടിത്തുടങ്ങിയതോടെ വാടാനംകുറിശി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികൾ ദുരിതത്തിലായി. വാഹന ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചതോടെ 100-ലധികം വിദ്യാർത്ഥികളാണ് ഓങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും സ്കൂളിലേക്ക് എത്തിപ്പെടുവാൻ ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. ഈ സാഹചര്യത്തെ തുടർന്നാണ് കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഇടപെടലുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ബസ് യാത്ര മുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ബസ് യാത്ര ഒരുക്കിയായിരുന്നു KSMയുടെ ഇടപെടൽ. വെള്ളിയാഴ്ച രാവിലെ ഓങ്ങല്ലൂർ സെൻട്രലിൽ നിന്നുമാണ് ബസ് യാത്ര ആരംഭിച്ചത്. വാടാനംകുറിശി ഹൈസ്കൂൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾക്ക് 2 ബസ്സുകളാണ് സൗജന്യ യാത്രയ്ക്കായി KSMA ഒരുക്കിയിരിക്കുന്നത്. ഓങ്ങല്ലൂരിൽ നടന്ന ചടങ്ങിൽ KSMA മേഖലാ രക്ഷാധികാരി ബഷീർ ബസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. സംസ്ഥാന സഹരക്ഷാധികാരി മുത്തുക്ക മുഖ്യപ്രഭാഷണം നടത്തി. വാടാനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപിക ഗീത യാത്രയുടെ വിശദാംശങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. KSMA മേഖലാ പ്രസിഡന്റ് EK അലി, വർക്കിംഗ് പ്രസിഡന്റ് KT ബഷീർ, ട്രഷറർ സുധീഷ്, അലിമോൻ, വി ശരീഫുക്കുള്ള, ഏന്തിൻകുട്ടി ഹാജി, അലി കൊണ്ടൂർക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വകാര്യ ബസ് സർവീസ് പുനഃസ്ഥാപിക്കുന്നതുവരെ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ ബസ് യാത്ര തുടരുമെന്ന് KSMA മേഖലാ പ്രസിഡന്റ് EK അലി പറഞ്ഞു. അറിയാവുന്നതുപോലെ റെയിൽവേ ഗേറ്റ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തികൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി എല്ലാവരും യാത്രാ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ റോഡ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും സ്കൂളിലേക്കുള്ള യാത്ര വളരെ ദുരിത യാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഏക സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൊർണൂരിലേക്കുള്ള ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് ഉള്ള ഒരു ബസ്സാണ് ഉള്ളത്. അതിലെല്ലാം കുട്ടികൾക്ക് പോകാൻ വളരെ പ്രയാസമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം റോഡിൽ നിൽക്കേണ്ടി വരികയും ചിലർ യാത്രാ സൗകര്യമില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയുമാണ് ഉള്ളത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം യാത്രയുടെ പേരിൽ ഒരു തടസ്സമാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നിലപാട് KSMA എടുത്തതിന്റെ പേരിലാണ് KSMയുടെ കരുതൽ യാത്ര എന്ന പേരിൽ സർവീസ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. 2 സ്വകാര്യ ബസ്സുകളാണ് ഇതിനെ ഒരുക്കിയിരിക്കുന്നത്. സെക്രട്ടറി നാസർ അരീക്കോട്, ശരീഫുക്കുള്ളാവി സൗജന്യ യാത്ര ഒരുക്കിയതിൽ വിദ്യാർത്ഥികളും വലിയ സന്തോഷത്തിലാണ്. രാവിലെയും വൈകുന്നേരവുമാണ് സൗജന്യ യാത്ര ഉണ്ടാവുക. പട്ടാമ്പി പാലത്തിന് സമീപത്തെ റോഡിലെ കുഴിയിൽ അകപ്പെട്ട മരം കയറ്റി വന്ന ലോറിയെ ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം റോഡിൽ നിന്നും മാറ്റി. മണിക്കൂറുകളോളം പാതയിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് പട്ടാമ്പി പാലത്തിന് തൊട്ടടുത്തുള്ള കുഴിയിൽ വീണ് മരം കയറ്റി വന്നിരുന്ന ലോറിയുടെ ആക്സിൽ ഒടിഞ്ഞത്.
ലോറി നടുറോട്ടിൽ കുടുങ്ങിയതോടെ പട്ടാമ്പി ടൗൺ ഗതാഗതക്കുരുക്കിൽ അമർന്നു. പട്ടാമ്പി പാലത്തിന്റെ തൃത്താല ഭാഗത്തേക്ക് പ്രവേശിക്കുന്നിടത്ത് മധ്യഭാഗത്തു കൂടിയായിരുന്നു ലോറി കുടുങ്ങിയത്. പട്ടാമ്പി പാലം തുടങ്ങുന്ന ഭാഗത്ത് വലിയ കുഴികളാണ് ഉള്ളത്. നേരത്തെയും ഈ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഇവിടെ നടന്നിരുന്നു. കുഴിയിൽ വീണാണ് ലോറിയുടെ ആക്സിൽ ഒടിഞ്ഞതെന്ന് ലോറി ഡ്രൈവറും പറഞ്ഞു. താമരശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പാവൂർ ഭാഗത്തേക്ക് മരം കയറ്റി പോകുകയായിരുന്നു ലോറി. ഓടിന് നടുവിൽ കുടുങ്ങിയതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് ഈ പാതയിൽ അനുഭവപ്പെട്ടത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ലോറി റോട്ടിൽ നിന്നും മാറ്റാനായത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതായി ആരോപിച്ച് ചാത്തന്നൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകൻ KC വിപിനെതിരെ സ്കൂളിലേക്ക് SFI DYFI സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കണക്ക് ചോദിക്കാതെ ഒരു കാലവും പോകില്ല എന്ന് പറഞ്ഞ അടുത്ത വാക്ക് പറയാൻ ഞാനടക്കം ഈ നിൽക്കുന്ന വിദ്യാർത്ഥികളടക്കം ഇവിടെ കൂടിയിരിക്കുന്ന യുവജന സംഘടനയുടെ നേതാക്കന്മാരടക്കം മറക്കുന്നെങ്കിൽ ആ ഒരു അഭിപ്രായത്തിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഒരു യുവജന സംഘടനയും അവരുടെ ഒരു വിദ്യാർത്ഥി സംഘടനയും ഇന്ന് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. സംഭവത്തിൽ KC വിപിനെതിരെ DYFI കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. അശ്ലീല പദപ്രയോഗങ്ങൾ കൂട്ടിച്ചേർത്ത് കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല എന്ന് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് പരാതിക്ക് ആധാരം. DYFI കരകപ്പുത്തൂർ മേഖലാ സെക്രട്ടറി TR കിഷോറാണ് അധ്യാപകനെതിരെ ചാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. സംഭവം വിവാദമായതോടെ അധ്യാപകൻ പോസ്റ്റിൽ തിരുത്തലുകൾ വരുത്തിയെങ്കിലും പഴയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ് KC വിപിൻ. സംഭവത്തിൽ പ്രതിഷേധിച്ച് വെള്ളിയാഴ്ച രാവിലെ നടത്തിയ മാർച്ച് DYFI തൃത്താല ബ്ലോക്ക് സെക്രട്ടറി TP ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകൻ KC വിപിൻ എന്ന സവർണ മാടമ്പിയുടെ മനസ്സിലെ സവർണ ജാതിബോധമാണ് ഇത്തരം പരാമർശത്തിന് ആധാരമെന്ന് TP ഷെഫീഖ് പറഞ്ഞു. SFI ഏരിയ പ്രസിഡന്റ് ശ്രീജ ചന്ദ്രൻ അധ്യക്ഷനായി. K ജനാർദ്ദനൻ, TP സലാമോ, TR കിഷോർ, T സുഹറ, ആദർശ്, വിപിലേഷ് എന്നിവർ സംസാരിച്ചു. കനത്ത പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടെയാണ് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നത്. KC വിപിനെ പൊന്നാര മോനെ ഒന്നു മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പണ്ട് പട്ടാമ്പി കോളേജിലെ SFIക്കാരിൽ നിന്ന് കിട്ടിയ അടി അവസാനത്തെ അടിയാണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഇത് തൃത്താലയാണ്. ഈ തൃത്താലക്ക് ഒരു ചരിത്രമുണ്ട്. പണ്ട് പാവങ്ങളുടെ പടത്തലവൻ സഖാവ് AKGയെ മസ്തിഷ്കത്തിൽ മാലിന്യം പേര് നടക്കുന്ന നിന്റെ ഗുരുനാഥൻ ഒരു വാക്ക് പ്രയോഗിച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. അതിനെതിരായിക്കൊണ്ട് ഈ തൃത്താല എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നിന്റെ രാഷ്ട്രീയ ഗുരുനാഥൻ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര പാരമ്പര്യമുള്ള VSനെയാണ് അവഹേളിച്ചിട്ടുള്ളത്. ആ അവഹേളനം കേരളം പൊറുക്കില്ല, ഈ നാട് പൊറുക്കില്ല. നമ്മുടെ സ്കൂൾ ചാത്തന്നൂർ ഹൈസ്കൂൾ 75 കൊല്ലത്തെ പാരമ്പര്യത്തിന്റെ അടയാളപ്പെടുത്തിയ സ്കൂളാണ്. ആ സ്കൂളിന് ഇങ്ങനൊരു അപകീർത്തി വരുത്തിയ ഒരാളും ഈ സ്കൂളിന്റെ പടി ചവിട്ടാൻ പാടില്ല. അത് ഉറപ്പിക്കും. അതിന് ഈ നാട്ടിലെ യുവജന പ്രസ്ഥാനവും വിദ്യാർത്ഥി പ്രസ്ഥാനവും ബഹുജന പ്രസ്ഥാനങ്ങളും ഒന്നടങ്കം ഉണ്ടായിരിക്കുമെന്നും ഈ പ്രതിഷേധ സമരത്തിന് CPIM സർവ്വവിധ പിന്തുണയും നൽകുമെന്ന് അറിയിക്കുക വേണ്ടിയാണ് അഭിവാദ്യങ്ങൾ. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ പട്ടാമ്പി ബ്ലോക്ക് കുടുംബസംഗമവും അനുമോദന സദസ്സും നടന്നു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷന്റെ പട്ടാമ്പി ബ്ലോക്ക് കുടുംബസംഗമം താലൂക്ക് പ്രസിഡന്റ് V മനോജ് ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥിതിയിലേക്ക് എത്തിക്കാൻ അന്നു മുതൽ 53 വർഷം വരെയും സംഘടനയെ നയിച്ച നേതാക്കന്മാർക്കും 56 വർഷം വരെ നയിച്ച നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് കഴിഞ്ഞത് ഈ സംഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടും ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടുകളിലൂടെ നമ്മുടെ തൊഴിലിനെയും തൊഴിലാളികളെയും പരിഷ്കൃത സമൂഹത്തിലേക്ക് എത്തിക്കാൻ ആദ്യം നമ്മുടെ തൊഴിലാളികളെ ബോധവൽക്കരിക്കുക എന്ന ഏറ്റവും ദുഷ്കരമായ ദൗത്യം ഏറ്റെടുത്ത് ആ തൊഴിലാളികളെ ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും, അതിൽ ജാതിയായിക്കോട്ടെ മതമായിക്കോട്ടെ ഏത് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, ഈ തൊഴിൽ ഒരു വർഗമാണെന്നും ഈ തൊഴിലാളികൾ ഒരു വർഗമാണെന്നും ഈ തൊഴിൽ ചെയ്യുന്ന എല്ലാവരും അടങ്ങുന്ന ഒരു വർഗ സംഘടനയെ രൂപീകരിച്ചതിൻ്റെ ഒരു ഗുണമാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ചിരുന്നു കൂടി ഈ ഒരു യോഗത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സംഘടന ഇതിന് ബാർബർ എന്ന ഒരു പദം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഒരു തൊഴിലായി അംഗീകരിക്കണം
എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറി കെ രാമകൃഷ്ണൻ, വി കെ ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന പ്രസിഡന്റ് വി കെ ഉണ്ണികൃഷ്ണൻ, ജില്ലാ ട്രഷറർ ടി വി സുരേഷ്, വി മനോജ്, എ ബി ബീന, പ്രമീള രാജേഷ്, ഉഷ, പി ടി ഷംസുദ്ദീൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സക്കീർ ഹുസൈൻ എന്നിവർക്ക് സ്വീകരണവും നൽകി. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനവും ഒരുക്കി. ലേഡി ബ്യൂട്ടീഷ്യൻസ് മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച എ ബി ബീന, പ്രമീള രാജേഷ്, ഉഷ എന്നിവർക്ക് സ്നേഹോപഹാരവും സമ്മാനിച്ചു. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപക കൂട്ടായ്മ നവീകരിച്ചു നൽകിയ സ്റ്റേജിന്റെ സമർപ്പണം ജൂലൈ 28 നടക്കും. സ്കൂളിന്റെ 75ാം വാർഷികം ഓർമ്മയോളം എന്ന പേരിൽ വളരെ വിപുലമായി 2 മാസം മുമ്പ് ആഘോഷിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി പൂർവാധ്യാപക സംഗമവും ആദരിക്കൽ ചടങ്ങും നടന്നിരുന്നു. തങ്ങൾ ജോലിയെടുത്ത വിദ്യാലയത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ സുവർണസ്മൃതി എന്ന സ്റ്റേജിന്റെ നവീകരണം നടത്താൻ അന്ന് ഒത്തുകൂടിയ പൂർവാധ്യാപകർ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് പൂർവാധ്യാപക കൂട്ടായ്മയിലെ 150ഓളം പേർ ചേർന്ന് 4 ലക്ഷത്തോളം രൂപ സമാഹരിച്ചുകൊണ്ടാണ് സ്റ്റേജ് നവീകരണം പൂർത്തിയാക്കിയത്. നവീകരിച്ച സ്റ്റേജിന്റെ സമർപ്പണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് പൂർവാധ്യാപകരുടെ സാന്നിധ്യത്തിൽ നടക്കും. അതേ വേദിയിൽ വെച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തും. ചടങ്ങിൽ കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രമുഖ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, സിനിമാ നടനും നാടകനടനുമായ വിജയൻ ചാത്തന്നൂർ, സംഗീത സംവിധായകൻ ശിവരാമൻ നാഗലശ്ശേരി, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, മറ്റ് ജനപ്രതിനിധികൾ, PTA SMC അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുക്കും. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 26ാമത് വൈശാഖമേളയോടനുബന്ധിച്ചാണ് ചടങ്ങുകൾ നടന്നത്. ആലൂർ ചാമുണ്ടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വൈശാഖമേള 9ാം ദിവസം പിന്നിട്ടു. ജൂലൈ 16 വൈകിട്ട് 5 മണിക്ക് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ് വൈശാഖമേള ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ രവീന്ദ്രൻ വെളിച്ചപ്പാട് അധ്യക്ഷനായി. വൈശാഖമേളയുടെ 9ാം ദിനമായ വെള്ളിയാഴ്ച കാലത്ത് മഹാഗണപതി ഹോമം, ആനയൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് അഷ്ടപതി, നാദസ്വരം, വൈകിട്ട് ഭഗവത് സേവ എന്നിവയും നടന്നു. ഭഗവതരത്നം പുല്ലൂർമന മണിവർണ്ണൻ നമ്പൂതിരിയാണ് വൈശാഖമേളയുടെ യജ്ഞാചാര്യൻ. ചടങ്ങുകളുടെ ഭാഗമായി മുഴുവൻ ദിവസങ്ങളിലും കാലത്ത് 6:30 മുതൽ വൈകിട്ട് 6:30 വരെ വിഷ്ണു സഹസ്രനാമജപം ഉണ്ടാകും. ഓഗസ്റ്റ് 10 നടക്കുന്ന മഹാചണ്ഡികാ യജ്ഞത്തോടെ വൈശാഖമേള സമാപിക്കും. 300-ലധികം യാഗയജ്ഞങ്ങൾ പൂർത്തിയാക്കുകയും 49 ക്ഷേത്രങ്ങളുടെ തന്ത്രിയുമായ ഡോക്ടർ ശശികുമാര ശർമ്മയാണ് യാഗാചാര്യൻ. കൊപ്പം ആമയൂർ നെടുമ്പ്രക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. 2 ആനകൾ ആനയൂട്ടിൽ പങ്കെടുത്തു. കൊപ്പം ആമയൂർ നെടുമ്പ്രക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായാണ് ഗജപൂജയും ആനയൂട്ടും നടത്തിയത്. രാവിലെ ലളിത സഹസ്ര നാമജപത്തോടെയായിരുന്നു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രത്യക്ഷ ഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. കൊളക്കാടൻ ഗണപതി, ഉമാമഹേശ്വരി മഠം ഉമാദേവി എന്നീ 2 ആനകളാണ് ഗജപൂജയിലും ആനയൂട്ടിലും പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവയജ്ഞത്തിന്റെ ഭാഗമായി പാർവതി പരിണയം, മംഗല്യപൂജ, ഗ്രന്ഥപൂജ തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടായിരുന്നു. ഗുരുവായൂർ മണികണ്ഠവാര്യരാണ് യജ്ഞാചാര്യൻ. വിശേഷ പൂജകളും ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. യജ്ഞം ഞായറാഴ്ച സമാപിക്കും. ചാലിശ്ശേരി കൗക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവു ബലിതർപ്പണം നടന്നു. വ്യാഴാഴ്ച പുലർച്ചെ 5-ന് ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് പാലക്കാട്ടിരിമന ശങ്കരൻ നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. 500-ലധികം പേർ ബലിതർപ്പണം നടത്തി. തിലഹോമവും ഉണ്ടായി. ഭക്തർക്കായി ചുക്കുകാപ്പിയും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിരുന്നു. ബലിതർപ്പണ ഒരുക്കങ്ങൾക്ക് ക്ഷേത്രം ക്ലർക്ക് പ്രദീപ് ചെറുവാശ്ശേരി,
ശിവരാത്രി ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ MA വിജയൻ, EV വിജീഷ്, K രാധാകൃഷ്ണൻ, K ശങ്കരവാര്യർ, CK സുരേന്ദ്രൻ, CK മണികണ്ഠൻ, T നാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിതൃമോക്ഷ പുണ്യം തേടി വിശ്വാസികൾ കർക്കിടകവാവ് ബലിതർപ്പണം നടത്തി. തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ 5000-ലധികം പേരാണ് ബലിതർപ്പണം നടത്തിയത്. പുലർച്ചെ 4 മണി മുതൽ തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃമോക്ഷ പുണ്യം തേടിയുള്ള ബലിതർപ്പണ ചടങ്ങുകൾക്ക് വള്ളുവനാട്ടിൽ പ്രശസ്തിയാർജിച്ച ക്ഷേത്രമാണ് തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. ബലിതർപ്പണത്തിനായി ക്ഷേത്രമുറ്റത്തും ക്ഷേത്രക്കടവിലും പ്രത്യേകം സൗകര്യം ഒരുക്കിയിരുന്നു. അനിൽകുമാർ, രാജീവ്, രാമകൃഷ്ണൻ എന്നിവർ പരികർമ്മികളായി. ബലിതർപ്പണത്തിന് എത്തിയവർക്ക് ആവശ്യമായ പ്രഭാത ഭക്ഷണവും ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ ടീം, ട്രാഫിക് സ്പെഷ്യൽ ഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സേവനവും സ്ഥലത്തുണ്ടായിരുന്നു. എങ്ങനെയാലും പോലീസിനും ഫയർഫോഴ്സ്, റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസിൻ്റെയൊക്കെ സഹായത്തോടെ വളരെ കൃത്യമായി ചിട്ടയായിട്ടും ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അവർ കൃത്യമായിട്ട് തന്നെ അവരെ എല്ലാവർക്കും ഉള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കുകയാണ്. ഞങ്ങൾ സൗജന്യമായി പ്രഭാത ഭക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.